രാഹുൽ വിജയൻ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഡി മണിയെ രാഹുൽ വിജയൻ കണ്ടതാണ്, ബാലമുരുകനെ രാഹുൽ വിജയൻ കണ്ടതാണ്, ഇപ്പോൾ ശ്രീകൃഷ്ണനെയും രാഹുൽ വിജയൻ കണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ മൊഴികളിൽ ഏതാണ്ട് സമാനതയുണ്ട്. ഇവരൊക്കെ ഒറ്റ വാക്കിൽ തന്നെ ഇക്കാര്യം നിഷേധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നിവർ പറയുകയാണ്. അങ്ങനെ ഈ കാര്യത്തിലൊക്കെ നേരത്തെ രാഹുൽ വിജയൻ പറഞ്ഞതുപോലെ പഠിച്ചു പറയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് തന്നെ ഇറിഡിയം കടത്തു കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്, ആ കേസിലെ പ്രതിയാണ് ശ്രീകൃഷ്ണൻ എന്ന കാര്യം അയാൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട്, അല്ലേ രാഹുൽ വിജയൻ? ദിലീപ് കുമാർ, അങ്ങനെയാണ്. താൻ ഇറിഡിയം കേസ് പ്രതിയാണ്, താൻ ഇറിഡിയം കടത്തുകാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക, അല്ലെങ്കിൽ തനിക്ക് മേലുള്ള കേസ് അതാണ്, വേറൊരു തരത്തിലുള്ള കേസോ അല്ലെങ്കിൽ ആരോപണങ്ങളോ തന്റെ മേളിലേക്ക് വരേണ്ട, താൻ ഒരു കുറ്റവാളിയാണ്, അത് ഇറിഡിയം കടത്തിലാണ് എന്ന് വാദിക്കാനും സ്ഥാപിക്കാനും അദ്ദേഹത്തിന്റെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ പ്രതികരണം SIT സംഘം ചെന്നതാണ്, അല്ലെങ്കിൽ സാമാന്യമായിട്ട് ഏതെങ്കിലും ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാവില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നമ്മളൊരു അതിഥിയെ കാണുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് കയറ്റിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ ഇറിഡിയം കേസിന്റെ കാര്യം അദ്ദേഹം നമ്മളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് ആ ഇറിഡിയം കേസിന്റെ കാര്യം അടിച്ചേൽപ്പിക്കുന്ന പോലെ അദ്ദേഹം പറയുകയായിരുന്നു. പിന്നീടുണ്ടായ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അറിയില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടും എന്തു പറയണമെന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന്റെ മറുപടി വന്നതെന്നുള്ള കാര്യത്തിൽ ശ്രീകൃഷ്ണന്റെ മറുപടി വന്നതെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും നമ്മൾ സംസാരിച്ച ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ ഫോൺ മറയ്ക്കുന്നത് നമ്മൾ ദൃശ്യത്തിൽ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ നമ്പർ മറയ്ക്കാനും നമ്മൾ അത് കാണാതിരിക്കാനുമുള്ള ശ്രമം അദ്ദേഹം മനഃപൂർവ്വമായിട്ട് നടത്തുന്നതും ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ലൈവിനിടയിൽ ബൈറ്റ് എടുക്കുന്നതിനിടയിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു മറച്ചു പിടിക്കലിന് ആ ഘട്ടത്തിൽ എന്താണ് സാധ്യത, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. എങ്കിൽ കൂടിയും അത്തരം ഒരു സംഭവം കൂടി അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും പിന്നിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലമുരുകനാണെങ്കിലും ഡി മണിയാണെങ്കിലും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനാണെങ്കിലും ഇവർ 3 പേരും ഒരേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്, ഒരേ രീതിയിൽ തന്നെയാണ് മറുപടി നൽകുന്നത്. അതൊക്കെ തന്നെയായിരിക്കാം SITയെ കൂടുതൽ സംശയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.